എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ആസ്പിരിൻ കഴിക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം ആസ്പിരിൻ കഴിക്കുന്ന രോഗികൾ ആരൊക്കെയാണെന്നുള്ളത് അല്ലേ? ഹാർട്ടിന് ബ്ലോക്ക് വരിക, ആൻജിയോഗ്രാം ചെയ്തു ബ്ലോക്കുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, അതേപോലെ സ്ട്രോക്ക് വരുന്ന രോഗികൾ, ഇങ്ങനെയുള്ള രോഗികൾ റെഗുലറായിട്ട് നിത്യം ഉപയോഗിക്കുന്ന മെഡിസിനാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഡോക്ടേഴ്സും പറയാറുള്ളത് ചിലർക്ക് പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ വൺസ് സ്ട്രോക്ക് വന്നവരും അതേപോലെ തന്നെ വൺസ് ഹാർട്ട് അറ്റാക്ക് വന്നവരും എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് കഴിക്കുന്ന ഒരു മെഡിസിനാണ് ആസ്പിരിൻ. വാസ്തവത്തിൽ ആസ്പിരിൻ എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് ഈ ആസ്പിരിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ആസ്പിരിൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് തിന്നർ എന്നാണ് എല്ലാവർക്കും അറിയാം. ബ്ലഡിന്റെ തിക്നെസ് കുറയ്ക്കുക അല്ലെങ്കിൽ ബ്ലഡിനെ ഒരു വെള്ളം പോലെ ലൂസ് ആക്കുന്ന ഒരു മെഡിസിനാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ബ്ലഡിനെ തിന്നാക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ നമ്മുടെ ഹാർട്ട് അറ്റാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? എത്രമാത്രം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് നിങ്ങളെ അവെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആസ്പിരിൻ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ എത്രമാത്രം സേഫ് ആണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. കാരണം നിങ്ങൾ ആസ്പിരിൻ കഴിച്ചോളൂ, അത് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ബേസിക് ഫണ്ടമെന്റൽ എന്താണ്? എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നത്? ഇത് നമ്മൾ ഈ ബേസിക് ഫണ്ടമെന്റൽ അറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ശരീരത്തിൽ ആസ്പിരിൻ എത്രമാത്രം വർക്ക് ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ആസ്പിരിൻ നമുക്ക് എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു ക്ലോട്ട് വരുമ്പോഴാണല്ലോ നമുക്ക് ആസ്പിരിൻ്റെ ആവശ്യകത വരുന്നത്, ക്ലോട്ടിനെ മാറ്റാൻ അല്ലെങ്കിൽ ക്ലോട്ട് വരാതിരിക്കാനായിട്ട്. അപ്പോൾ ക്ലോട്ട് ആദ്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് അതിൻ്റെ തിക്നെസ് കൂടി അത് ക്ലോട്ടായിട്ട് വരുന്നതല്ല ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാസ്കുലർ ഡിസീസ് ആണ്. നമ്മുടെ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഈ ബ്ലോക്ക് ഉണ്ടാവാനായിട്ട് കാരണം. അതിൻ്റെ കാരണക്കാരനാണ് ആർതെറോസ്ക്ലീറോസിസ് എന്ന് പറയും. ആർതെറോസ്ക്ലീറോസിസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലിൻ്റെ വോൾ അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ ഈ കൊളസ്ട്രോളും മറ്റ് സബ്സ്റ്റൻസസ് അടിഞ്ഞുകൂടി ഒരു പ്ലേക്ക് പോലെ ഒരു തിക്കായിട്ട് ഒരു പ്ലേക്ക് ഫോം ചെയ്യും. നിങ്ങൾക്ക് ഇതിനകത്ത് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ബ്ലഡ് പോകുന്ന രക്തക്കുഴലിൽ ഒരു തിക്നെസ് പോലെ ഒരു പ്ലേക്ക് ഫോം ചെയ്യും. അതിന് പറയുന്ന പേരാണ് പ്ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേക്ക് കുറച്ച് കഴിയും, അപ്പോൾ ഇതിങ്ങനെ ഫോം ചെയ്യുമ്പോൾ ബൾജായിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ രക്തക്കുഴലിൻ്റെ സ്പേസ് കുറയും, ക്രമാതീതമായിട്ട് കുറയും. ഇത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതല്ല, ഘട്ടം ഘട്ടമായിട്ട് ഇത് ബൾജ് ചെയ്ത് വീക്കം വന്ന് ഇരിക്കും. പിന്നീട് ഈ പ്ലേക്കിന് ഒരു പ്രശ്നമുണ്ട്, ഇത് അൺസ്റ്റേബിൾ ആണ്. ഇത് എപ്പോൾ വേണമെങ്കിലും റപ്ചർ ആവാം, ബ്രേക്കപ്പ് ആവാം, എപ്പോൾ വേണമെങ്കിലും ഇത് പൊട്ടി ബ്രേക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ എന്ത് പറ്റും, ഇത് ഒരു വൂണ്ടായി മാറുമല്ലോ. ഈ രക്തക്കുഴലിൽ പൊട്ടി ഈ പ്ലേക്ക് പൊട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വൂണ്ട് ഉണ്ടാവും, ഇന്റേണൽ വൂണ്ട് ഉണ്ടാവും. വൂണ്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ഒരു ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിഭാസമാണ് ആ ബ്ലീഡിങ് ഉണ്ടാകുന്നിടത്ത് ക്ലോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നാച്ചുറൽ പ്രതിഭാസമാണ്. അപ്പോൾ ആ ബ്ലീഡിങ് വന്ന സ്ഥലത്ത് എന്ത് പറ്റും, നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ടും അവിടെ പ്ലേറ്റ്ലെറ്റ്സുകൾ വന്നിട്ട് അതിനെ എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ ക്ലോട്ട് ഉണ്ടാക്കിക്കും. ഈ ക്ലോട്ടാണ് നമ്മുടെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്ലഡ് പെട്ടെന്ന് തിക്കായിട്ട് അത് കട്ട പിടിച്ചിട്ടല്ല നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. പലരും ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആസ്പിരിൻ കഴിച്ച് നമ്മുടെ ബ്ലഡിനെ തിന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയി എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് ബ്ലഡ് തിന്നായതുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് മാറുന്നില്ല അല്ലെങ്കിൽ ബ്ലോക്ക് വരാതിരിക്കുന്നില്ല. ബ്ലോക്ക് ഉണ്ടാവുന്നത്
രക്തക്കുഴലിനുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ പറയുന്ന ബ്ലോക്ക് ഉണ്ടാവാൻ പ്ലേക്ക് ഫോം ചെയ്യുന്ന ആർത്തിരോസ്ക്ലീറോസിസ് ആണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആസ്പിരിൻ കഴിക്കുമ്പോൾ ഈ പ്ലേക്ക് രൂപപ്പെട്ട് ഇത് ബ്രേക്ക് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നാച്ചുറലി നമ്മുടെ ശരീരം എന്ത് ചെയ്യും, അതിന് ക്ലോട്ട് ഉണ്ടാക്കും. അപ്പം ഈ ആസ്പിരിൻ കഴിക്കുന്ന രോഗികൾക്ക് ക്ലോട്ട് വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ടൈം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒരു സേഫ് ആണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്. വാസ്തവത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബ്ലഡ് തിന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സേഫ് ആയി എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ബ്ലഡ് ചുമ്മാ പോയിട്ട് കട്ട പിടിച്ചിരിക്കുന്നതല്ല ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വാസ്കുലാർ ഡിസീസ് ആണ്. രക്തക്കുഴലുകൾക്കുള്ള രോഗാവസ്ഥയാണ്. ഇത് തന്നെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നതും. ബ്ലഡിൽ BP കൂടുക അല്ലെങ്കിൽ പ്രഷർ കൂടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വാസ്കുലാർ ഡിസീസ് ആണ്. ഹാർട്ടിന് വരുന്ന രോഗമോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ BP കൂടുക എന്ന് പറയുന്നതും. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾക്ക് കാര്യം ചെറുതായിട്ടൊന്ന് മനസ്സിലായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ്പിരിൻ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ബ്ലഡ് തിന്നാവും, ബ്ലഡ് വെള്ളം പോലെയാകും. ഓക്കെ. പക്ഷെ അവിടെ ക്ലോട്ട് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, വാസ്കുലർ ഡിസീസ് ആണ്. അവിടെ പ്ലേക്ക് ഫോം ചെയ്യുന്നു. പ്ലേക്ക് ഫോം ചെയ്ത് ആ പ്ലേക്ക് റപ്ചർ ആയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നു. അപ്പം വാസ്തവത്തിൽ നമ്മൾ ആസ്പിരിൻ കഴിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ ബ്ലഡ് തിന്നർ ആവുന്നത് കൊണ്ട് നമ്മൾ സേഫ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും കോൺഫിഡൻറ്റോടുകൂടി പറയാൻ പറ്റില്ല ഞാൻ ആസ്പിരിൻ കഴിക്കുന്നു അതുകൊണ്ട് ഞാൻ സേഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പലരും ഇന്ന് ആസ്പിരിനിൽ കഴിക്കുന്നു, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എനിക്കിനി പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ബ്ലോക്ക് വരുന്നതിൻ്റെ റീസൺ മറ്റൊന്നാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമുക്കിതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചെസ്റ്റ് പെയിൻ ആയിട്ട് വരാം, ചിലർക്ക് ചെസ്റ്റിന് ഹെവിനെസ് ആയിരിക്കും, ചിലർക്ക് ചെസ്റ്റ് ഭയങ്കര ടൈറ്റ്നെസ് ആയിരിക്കും, ചിലർക്ക് റേഡിയേറ്റിംഗ് ടൈപ്പ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് വരാം. ഇതെല്ലാം ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അവെയർ ആണ് അതിനെപ്പറ്റി. പക്ഷേ എന്നാലും നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ആസ്പിരിൻ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് തിന്നറാവും, ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ക്ലോട്ട് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, ഇത് കഴിക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്, കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത. ചിലർക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവും, ചിലർക്ക് ചെറിയൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കത്തില്ല. ഇങ്ങനെ മറ്റ് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും, അതായത് സ്മോൾ ക്യാപ്പിലറീസിലൊക്കെ കണ്ണിൽ ബ്ലീഡിങ് ഉണ്ടാവാം, കുടലിൽ ബ്ലീഡിങ് ഉണ്ടാവാം. ഇങ്ങനെ ചെറിയ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് ബ്ലീഡിങ് ആയിട്ട് വരാം. ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷനും ഉണ്ടാവാം ആസ്പിരിൻ കഴിക്കുന്നവർക്ക്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്ലോക്കിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ആർത്തിരോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലേക്ക് രൂപപ്പെടുന്ന വാസ്കുലർ ഡിസീസിനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ മാനേജ്മെൻറ്റിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം, ആദ്യം നമ്മൾ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞു കൂടിയിട്ടാണല്ലോ നമ്മുടെ ആർത്തിരോസ്ക്ലീറോസിസ് ഉണ്ടാവുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ആ ഒരു ഘട്ടമാണ് മാനേജ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, കാർബോഹൈഡ്രേറ്റ് ഫുഡ് കുറയ്ക്കണം, എനർജി ഫുഡ് കുറയ്ക്കണം, വർക്കൗട്ട് ചെയ്യണം, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കണം. ഇങ്ങനത്തെ നമ്മളൊരു കൊളസ്ട്രോളിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു ആ കാര്യങ്ങളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിൽ നിന്നും അതുപോലെ നാച്ചുറൽ മെഡിസിൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ്പിരിൻ കണ്ടന്റുള്ള ധാരാളം ഐറ്റംസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ആസ്പിരിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ആസ്പിരിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. അതാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നാച്ചുറലായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നാച്ചുറലായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് കുർക്കുമിൻ അല്ലെങ്കിൽ മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ എന്താണ്, ഇറ്റ്സ് എ പവർഫുൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. അപ്പം ഈ മഞ്ഞൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, ഈ പ്രിവെൻറ്റ് ചെയ്യും, ക്ലോട്ടിങ്ങിനെയും മറ്റു കാര്യങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചി എന്ന് പറയുന്നത്. അത്
ബ്ലീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന ബെസ്റ്റ് സാധനമാണ്. ജസ്റ്റ് ലൈക്ക് എ ആസ്പിരിൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ജിഞ്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒന്നാണ് സിന്നമൺ അല്ലെങ്കിൽ കറുവപ്പട്ട എന്ന് പറയുന്നത്. കറുവപ്പട്ടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് അഡൾട്രന്റ് വരുന്നുണ്ട്. ഒറിജിനൽ കറുവപ്പട്ട യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നാടൻ കറുവപ്പട്ട യൂസ് ചെയ്യുക. ഈ കറുവപ്പട്ട എന്ന് പറയുന്നത് കൗറമിൻ എന്ന് പറയുന്ന കണ്ടന്റ് അതിനകത്തുണ്ട്. ഇതെന്താണ്? നാച്ചുറൽ ആന്റി കൊയാഗുലന്റ് ആണ്. അപ്പം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഈ 3 സാധനം, കുർക്കുമിൻ, അതേപോലെ തന്നെ ജിഞ്ചർ, സിന്നമൺ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ്പിരിന്റെ അതേ എഫക്റ്റിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മെഡിക്കേഷനിലൂടെ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെഡ് ചില്ലി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടുകയും അതേപോലെ പ്രഷർ കുറയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് റെഡ് ചില്ലി എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് ചില്ലിയും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ നിലയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബ്സ് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ആസ്പിരിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ ബ്ലഡ് തിന്നാക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇങ്ങനെ ബ്ലോക്കൊക്കെ വന്ന രോഗികൾ കെയർ ചെയ്യേണ്ടത് ഏതിനെയാണ്? ആർത്തീരിയോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ പ്ലേക്ക് രൂപപ്പെടുന്നതിനെ തടസ്സം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്ന് കരുതി ആസ്പിരിൻ വേണ്ട എന്നല്ല. ആസ്പിരിൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യരുത്? ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരരുത്. കാരണം അതല്ല നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് തിരിച്ചൊന്ന് നോക്കാം. നമുക്ക് രോഗികളിലേക്ക് തന്നെ വരാം. ആസ്പിരിൻ കഴിക്കുന്ന രോഗികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ആസ്പിരിൻ കഴിക്കുന്ന രോഗികളുണ്ട്. അതേപോലെ ഫസ്റ്റ് അറ്റാക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാറുണ്ട്? ആസ്പിരിൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് കഴിക്കുന്ന രോഗികൾക്ക് സെക്കൻഡ് അറ്റാക്കും തേർഡ് അറ്റാക്കും വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫസ്റ്റ് അറ്റാക്കിൽ നമുക്ക് സിംറ്റംസ് പ്രകടമാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ക്ലോട്ട് വരിക. ബ്ലോക്ക് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇങ്ങനെ പ്ലേക്ക് രൂപപ്പെട്ട് അത് റപ്ചർ ആകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നു, അവിടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നു. അപ്പം ഈ പ്ലേക്ക് രൂപപ്പെടുമ്പോൾ തന്നെ 50%, 70%, ഇങ്ങനെ ഓരോ പെർസെൻറ്റേജ് രക്തക്കുഴൽ അടഞ്ഞടഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? നമുക്ക് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നമ്മളെ അറിയിക്കും. നമുക്ക് നടക്കുമ്പോൾ കിതപ്പ് വരും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും, ബ്രീത്തിങ് ഷോർട്ട്നെസ് വരും, ചെസ്റ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ നമ്മളെ ശരീരം നമ്മളെ അറിയിക്കും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നല്ലൊരു AI സിസ്റ്റമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? നമ്മളെ അറിയിക്കും. ഓരോ സിംറ്റംസിലൂടെ നമ്മളെ അറിയിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട്, ഇത്ര ശതമാനം പ്രോബ്ലം ഉണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണം, ബ്ലോക്ക് റിമൂവ് ചെയ്യണം എന്നുള്ള സജഷൻസ് നമുക്ക് തരും. പക്ഷേ നമ്മൾ ഈ ആസ്പിരിൻ കഴിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ഫസ്റ്റ് അറ്റാക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഓക്കെയാണ്, സർവൈവ് ചെയ്തു, എന്നാൽ ഇനി സെക്കൻഡും തേർഡും ഡേഞ്ചർ ആണ് എന്ന് പറയുന്ന ചില രോഗികളുണ്ട്. അപ്പോൾ അത് പറയുന്നതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ എന്താണ്, നോർമലായിട്ട് ഫസ്റ്റ് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് സിംറ്റംസും ലക്ഷണങ്ങളെല്ലാം കാണിച്ചു. നമ്മൾ എന്ത് ചെയ്തു? ആ ലക്ഷണത്തെ ബേസ് ചെയ്ത് നമ്മൾ ഡോക്ടറുടെ അടുത്തെത്തി നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ സെക്കൻഡും തേർഡിലും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ബ്ലഡ് വെസൽ, ഈ പ്ലേക്ക് അതുപോലെ തന്നെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടല്ലോ. ആർത്തീരിയോസ്ക്ലീറോസിസിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യുക മാത്രമാണ് സ്വാഭാവികമായിട്ടും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആർത്തറോസ്ക്ലീറോസിസ്, അതിൻ്റെ ബ്ലഡ് വെസൽ ഡിസീസ് അതുപോലെ തന്നെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് മറ്റൊരിടത്ത് പ്ലേക്ക് രൂപപ്പെടും. ആ പ്ലേക്ക് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് 50% ബ്ലോക്ക് ഉണ്ടാകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നോർമൽ ബ്ലഡ് ആയിരുന്നെങ്കിൽ ബ്ലഡ് ഫ്ലോ ഔട്ട് ഫ്ലോ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം എന്ത് ചെയ്യും? സിംറ്റംസ്, ലക്ഷണങ്ങൾ നമുക്ക് പ്രകടമാക്കും. പക്ഷേ
ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആസ്പിരിൻ കഴിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം 50% ബ്ലോക്ക് ആയാലും കുഴപ്പമില്ല. കാരണം എന്താണ്? ബ്ലഡ് വെള്ളം പോലെയായി. അപ്പം വളരെ ഫ്രീ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫ്ലോ നടക്കും. അപ്പം എന്ത് പറ്റും? ശരീരം സിംപ്റ്റംസ് ഒന്നും തന്നെ കാണിക്കില്ല. 60% ബ്ലോക്കായി, 70% ബ്ലോക്കായി. അപ്പോഴും സഫിഷ്യന്റ് ബ്ലഡ് ഫ്ലോ കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? ബ്ലഡ് തിന്നായതുകൊണ്ട് ഫ്രീ ഫ്ലോ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരം ഒരു സിംപ്റ്റവും കാണിക്കില്ല. അത് 70 എന്നുള്ളത് 80% ബ്ലോക്കായി, 90% ബ്ലോക്കായി. ഒരു ദിവസം അത് കംപ്ലീറ്റ്ലി സ്റ്റക്കാവുമ്പഴേ, കംപ്ലീറ്റ് അടയുമ്പഴേ നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ടാണ് സെക്കൻഡ് അറ്റാക്കും തേർഡ് അറ്റാക്കും ഡേഞ്ചർ, അല്ലെങ്കിൽ അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. ഒരു ലക്ഷണവും ഉണ്ടാവില്ല. സഡൻ എപ്പിസോഡായിരിക്കും സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ആസ്പിരിൻ പോലത്തെ ബ്ലഡ് തിന്നർ മെഡിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല. അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് അത് സെക്കൻഡും തേർഡും ഡേഞ്ചർ ആണ് എന്ന് പറയും. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആസ്പിരിൻ കഴിക്കുന്നത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് തിന്നറാക്കി നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ വാസ്കുലർ ഡിസീസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല, മാനേജ് ചെയ്തില്ല എങ്കിൽ ഇത് നമുക്ക് തിരിച്ച് റിവേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആസ്പിരിൻ കഴിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആസ്പിരിൻ കഴിച്ചോളൂ, അതിന് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വാസ്കുലർ ഡിസീസിനെ പറ്റിയും കൂടി നിങ്ങൾ അറിവുണ്ടായിരിക്കണം. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്ത് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട്. 2 രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഇപ്പം ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? നാച്ചുറൽ ആയിട്ടുള്ള ആസ്പിരിൻ ഹെർബ്സ് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ആസ്പിരിൻ സഡൻ ആയിട്ട് നിർത്താനും പാടില്ല കേട്ടോ. അത് ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രമേ, അഡ്വൈസ് പ്രകാരം മാത്രമേ നിങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനും പാടുള്ളൂ. ചിലരുണ്ട് ആസ്പിരിനൊക്കെ നിർത്തുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും സേഫ് അല്ല. കാരണം ബ്ലഡ് തിന്നറാക്കി മുമ്പോട്ട് പോയ പെട്ടെന്ന് അത് റിവേഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നോർമലിനേക്കാൾ അധികം തിക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതെല്ലാം ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ആസ്പിരിൻ കഴിക്കുന്ന രോഗികൾ ഉൾപ്പെടുത്തേണ്ട ചില ഫുഡ് ഐറ്റംസ് ആണ്. ഗ്രീൻ സാലഡ് റെഗുലറായിട്ട് ഉപയോഗിക്കണം. അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട മെയിനായിട്ട് കുക്കുംബർ യൂസ് ചെയ്യണം, ബ്രോക്കോളി യൂസ് ചെയ്യണം, മഷ്റൂം യൂസ് ചെയ്യണം, റാഡിഷ് യൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സിൽ വരുമ്പം ഗ്രേപ്സ് യൂസ് ചെയ്യണം, ഡേറ്റ്സ് യൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള ചില ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. ഈ രീതിയിൽ വേണം നിങ്ങൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ആസ്പിരിൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആസ്പിരിൻ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബ്ലഡ് തിന്നാവും. പക്ഷേ നിങ്ങൾ സേഫ് ആവണമെങ്കിൽ വാസ്കുലർ ഡിസീസിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ ഒക്കത്തുള്ളൂ. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുവാനായിട്ട്, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.